കുട്ടിക്കാലത്തെ നമ്മുടെ ഓർമ്മകൾ ഉണർത്തുന്ന കുറച്ച് സെന്റൻസുകളാണ്. എത്ര പ്രാവശ്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറയണം മുതലായ സെന്റൻസുകൾ അല്ലേ? അപ്പൊ പല പാരന്റ്സിനും ഇതെങ്ങനെയാ പറയാന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഇതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ നോക്കാം. ഇപ്പൊ ആദ്യത്തെ തവണ നമ്മളൊരു കുട്ടിയെടുത്ത് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഇത് നീ ഇങ്ങനെ ചെയ്യരുത്. എങ്ങനെ പറയും? ഡോണ്ട് ഡു ഇറ്റ് ലൈക്ക് ദിസ് അല്ലേ? ഡോണ്ട് ഡു ഇറ്റ് ലൈക്ക് ദിസ്. അല്ലെങ്കിൽ ഇത് ചെയ്യരുത്. ഡോണ്ട് ഡു ഇറ്റ് അല്ലേ? ഡോണ്ട് ഡു ഇറ്റ്. എത്ര തവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെ ചെയ്യരുതെന്ന്. അങ്ങനെ പറയണെങ്കിലോ? എത്ര തവണ എന്ന് പറയാൻ ഹൗ മെനി ടൈംസ്. എത്ര തവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു. അങ്ങനെയാണ് വരിക. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു. ഡോണ്ട് ഡു ദിസ് എന്നല്ല, ഇത് ചെയ്യരുത് എന്നല്ല, നോട്ട് ടു ഡു ദിസ്. കേട്ടോ, ഇത് ചെയ്യരുത് എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു നോട്ട് ടു ഡു ദിസ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പറയണമെങ്കിലോ? ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു നോട്ട് ടു ഡു ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഡോണ്ട് ഡു ഇറ്റ് ലൈക്ക് ദിസ് എന്നല്ല കേട്ടോ, നോട്ട് ടു ഡു ഇറ്റ് ലൈക്ക് ദിസ്. സാധാരണ സെന്റൻസിൽ ഡോണ്ട് ഡു ഇറ്റ് വരുമ്പോൾ നമ്മൾ ഈ ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു കഴിഞ്ഞിട്ട് ഡോണ്ട് പറയരുത്, നോട്ട് ടു ഡു ഇറ്റ് അല്ലെങ്കിൽ നോട്ട് ഡു ഇറ്റ് ലൈക്ക് ദിസ് അങ്ങനെ പറയാം. എത്ര തവണ ഇനി നിന്റെ അടുത്ത് പറയണം ഇതിങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയണമെങ്കിലോ? അപ്പൊ എത്ര തവണ ഞാൻ നിന്റെ അടുത്ത് പറയണം എന്ന് കഴിഞ്ഞിട്ട് എന്താണ് ആ കാര്യം എന്ന് പറയാം. ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു ടെൽ യു നോട്ട് ടു ഡു ദിസ്. ഇത് ചെയ്യരുത് എന്ന് എത്ര തവണ നിന്റെ അടുത്ത് ഞാൻ പറയണം. ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു ടെൽ യു. ഡു ഐ ഹാവ് ടു ടെൽ യു. അതാണ് ഡു ഐ ഹാവ് ടു ടെൽ യു നോട്ട് ടു ഡു ഇറ്റ് ലൈക്ക് ദിസ്. ഇതിങ്ങനെ ചെയ്യരുത് എന്ന്. ഇതിവിടെ വെക്കരുതെന്ന് ഞാൻ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയും. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു നോട്ട് ടു കീപ് ദിസ് ഹിയർ. അല്ല, ഈ സാധനം ഇവിടെ വെക്കരുത് എന്ന്. നോട്ട് ടു കീപ് ദിസ് ഹിയർ. എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ സംസാരിക്കരുതെന്ന്. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു നോട്ട് ടു സ്പീക്ക് ലൈക്ക് ദിസ്. നോട്ട് ടു സ്പീക്ക് ലൈക്ക് ദിസ്. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു നോട്ട് ടു സ്പീക്ക് ലൈക്ക് ദിസ്. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. എത്ര തവണ നിന്റെ അടുത്ത് പറയണം. അപ്പോൾ അതൊരു സെന്റൻസ്. ഇത് ചെയ്യരുത് എന്ന്, അത് രണ്ടാമത്തെ സെന്റൻസ്. അപ്പം നമുക്ക് നോട്ട് ടു അല്ല ഉപയോഗിക്കാം. അപ്പോൾ ഡോണ്ട് വെച്ചിട്ട് പറയാം. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു. ഞാൻ എത്ര തവണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടവൽസ് നിലത്തിടരുത് കേട്ടോ. ഡോണ്ട് ലീവ് ദ ടവൽസ് ഓൺ ദ ഫ്ലോർ. ഡോണ്ട് ലീവ് ദ ടവൽസ് ഓൺ ദ ഫ്ലോർ. ഇനി അല്ലെങ്കിൽ ടീച്ചർമാരാണെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൽ പറയില്ലേ, എല്ലാ ദിവസവും റെക്കോർഡ് ബുക്ക് കൊണ്ടുവരണം. എത്ര തവണ പറയണം? യു ഷുഡ് ബ്രിങ് ദ റെക്കോർഡ് ബുക്സ് എവ്രി ഡേ. എത്ര തവണ പറയണം? ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു ടെൽ യു. എത്ര തവണ ഇതൊക്കെ പറയണം? ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു ടെൽ യു. അപ്പോൾ ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു ടെൽ യു അതാണ് പഠിച്ചു വെക്കേണ്ട ആ ഫ്രേസ്. അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ആ സെന്റൻസിൽ തന്നെ നോട്ട് ടു ഡു ദിസ് പറയാം, അല്ലെങ്കിൽ അടുത്ത സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡോണ്ട് ഡു ദിസ് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ സംഭവം ക്ലിയർ ആയി എന്ന് വിചാരിക്കും കേട്ടോ.